ഏഷ്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് കോയമ്പേട് മാർക്കറ്റ്. 295 ഏക്കറിൽ പരന്നു കിടക്കുന്ന വിസ്മയം. 1996 നിർമ്മിക്കപ്പെട്ടതാണ് ഈ മാർക്കറ്റ്. മൂവായിരത്തിലധികം ഷോപ്പുകൾ. അവയിൽ 1000-ലധികം ഷോപ്പുകൾ വലിയ ഹോൾസെയിൽ ഷോപ്പുകളാണ്. മല്ലിയിലയും പുതിനയും ചീരയും ഒക്കെ വിൽക്കപ്പെടുന്ന മാർക്കറ്റിന്റെ ഭാഗമാണിത്. തിരക്കിട്ട് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ. സാധനങ്ങൾ നിറച്ചെത്തിയ 1600-ലധികം ട്രക്കുകൾ. തലച്ചുമടായി ചാക്കുകെട്ടുകൾ ഏന്തി പായുന്ന തൊഴിലാളികൾ. ഇത് പ്രദർശനത്തിനായി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അത് കണ്ട് നമുക്ക് എന്താണ് വേണ്ടത്, അത് എത്ര കിലോ വേണമെങ്കിലും ഈ മാർക്കറ്റിൽ ലഭിക്കും. ഇതിന്റെ പിന്നിലേക്ക് അതിന്റെ ഗോഡൗൺ ഉണ്ട്. മത്തങ്ങയും കുമ്പളങ്ങയും സാധനങ്ങൾ നിറച്ചു പായുന്ന സൈക്കിൾ റിക്ഷകൾ. അവശ്യ സാധനങ്ങൾ വാങ്ങി ബാഗുകളിൽ നിറയ്ക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ. നിത്യവും 1,00,000-ലധികം ആൾക്കാർ സാധനം വാങ്ങാനായി ഈ മാർക്കറ്റിൽ എത്താറുണ്ട്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ ചെറുവാഹനങ്ങളിൽ നിറച്ചെടുക്കുന്ന തൊഴിലാളികൾ. ഇലകൾ വെട്ടിയൊതുക്കി തയ്യാറാക്കുന്ന ക്യാബേജും കോളിഫ്ലവറും. സവാളയുടെയും ഉരുളക്കിഴങ്ങിന്റെയും ചാക്കുകെട്ടുകൾ ഷോപ്പിനുള്ളിൽ അട്ടിയിട്ടൊതുക്കുന്നവർ. കെട്ടുകളായെത്തിയ വാഴയിലകൾ പല വലിപ്പത്തിൽ വെട്ടി തരം തിരിക്കുന്നവർ. വാഴക്കുലയെ പടലകളായി വെട്ടി പെട്ടികളിൽ അടുക്കി നിറയ്ക്കുന്നവർ. കോവയ്ക്കയും വഴുതിനങ്ങയും നേർത്ത പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറയ്ക്കുന്നവർ. ഇലകള് പല രൂപത്തില് വെട്ടിയൊതുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ധാരാളം ഷോപ്പുകളുണ്ട് ഇലകളുടെ. അനേകം ഷോപ്പുകളാണ്. സവാള നിറച്ചെത്തിയ എത്ര ട്രക്കുകളാണ്. ഈ ട്രക്കുകൾ നിറയെ ചാക്കുകളിൽ അട്ടിയിട്ടിരിക്കുന്നത് സവാളയാണ്.
ആ സവാള ഇറക്കി ഗോഡൌണിൽ കൊണ്ടുപോയി അട്ടിയിട്ട് വെക്കും. അവിടുന്ന് ലേലം വിളിക്കും. തരം തിരിച്ച് മറ്റു വണ്ടികളിലേക്ക് കയറി തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും. വളരെയധികം ട്രക്കുകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഉരുളക്കിഴങ്ങും ഉള്ളിയും, സവാളയും ഉരുളക്കിഴങ്ങുമാണ് കൂടുതലായിട്ട് ഈ മാർക്കറ്റിൽ ട്രക്കുകളിൽ എത്തുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഉള്ളിയുടെ ചാക്കുകെട്ടുകളൊക്കെ ഇത് ലേലം വിളിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തരം തിരിച്ച് താഴേക്കിടും, അത് ലേലം വിളിക്കും, വീണ്ടും ചാക്കുകളിൽ നിറച്ച് ട്രക്കുകളിൽ ലോഡ് ചെയ്ത് പുറത്തേക്ക് പോകും. കണ്ട് നിന്നു പോകുന്ന കാഴ്ചയാണ്. ധാരാളം ട്രക്കുകൾ, നിത്യവും 1600 ട്രക്കുകൾ സാധനങ്ങളുമായി ഈ മാർക്കറ്റിലെത്തും. അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തേക്ക് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊച്ചു കൊച്ചു ടെമ്പോകളിലും ട്രക്കുകളിലും ചെറിയ ചെറിയ വാഹനങ്ങളിലും ഒക്കെ പോകാറുണ്ട്. ട്രക്കുകള് 1600 ട്രക്കുകൾ വന്നും പോയി നിത്യവും എത്തും. ഒരു ദിവസം പോലും കോയമ്പേട് മാർക്കറ്റിന് അവധിയില്ല. 30 ദിവസവും മാർക്കറ്റുണ്ട്. ഓരോ ദിവസവും 1600 ട്രക്കുകൾ ഈ മാർക്കറ്റിലെത്തും. പച്ചക്കറികളുടെയും പഴങ്ങളുടെയും വേസ്റ്റ് മാത്രം ഓരോ ദിവസവും 30 ടൺ വരും. ആ 30 ടൺ വേസ്റ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് കോയമ്പേട് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതൊരു ഗോഡൌണാണ്, ഒരു ഹോൾസെയിൽ ഷോപ്പ്. ഇതുപോലെയുള്ള അനേകം ഷോപ്പുകൾ, ഓരോ സാധനങ്ങൾക്കും ഇതേപോലുള്ള ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. അതെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല വീഡിയോകൾ ചെയ്യേണ്ടി വരും. ഇത് ഉരുളക്കിഴങ്ങ് തേങ്ങയാണ്. തേങ്ങ ഇങ്ങനെ ഹോൾസെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. ഇതേപോലത്തെ ഈ ലൈനിൽ മുഴുവൻ ധാരാളം ഷോപ്പുകളുണ്ട്. ഒരു ലക്ഷത്തിലധികം ആൾക്കാർ നിത്യവും സാധനം വാങ്ങാനായി ഈ മാർക്കറ്റിൽ. നോക്കുക, വാഴക്കൂമ്പ്, എത്രത്തോളം വാഴക്കൂമ്പുകളാണ്. പച്ചക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആവശ്യാനുസരണം നമുക്ക് വാങ്ങിയിട്ട് പോകാം. വാഴപ്പിണ്ടി, ലോഡ് കണക്കിന് വന്നിരിക്കുന്ന വാഴപ്പിണ്ടികൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ധാരാളം ഷോപ്പുകളുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി നിത്യവും 1600 ട്രക്കുകൾ സാധനങ്ങളുമായി ഈ മാർക്കറ്റിലെത്തും. നിമിഷം നേരം കൊണ്ട് ഓരോ ട്രക്കും കാലിയാവും. താഴെ ഇറക്കി വെച്ച് ലേലം വിളിക്കുന്ന സാധനങ്ങൾ വാങ്ങിയവർ അത് നിങ്ങളുടെ വാഹനങ്ങളിൽ നിറയ്ക്കും. പിന്നെ അത് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും പോകും. വാഴക്കൂമ്പ്, വാഴയില ഇങ്ങനെയുള്ള കെട്ടുകളായിട്ടാണ് എത്തുക. അപ്പോൾ കുറച്ചു ദിവസം കേടുകൂടാതെ ഇരിക്കും. ശരിക്കും ഒരു ദിവസം നടന്ന് കാണാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത്ര വലിയ മാർക്കറ്റാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തും ഈ മാർക്കറ്റ്. അത് ഒരു ദിവസം പോലും ഈ മാർക്കറ്റിന് അവധിയില്ല എന്ന് പറഞ്ഞാൽ. ഓരോ ദിവസവും പുലർക്കാലത്ത് 3 മണിക്കാണ് ഈ മാർക്കറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുക. അത് രാത്രി 11 മണി വരെ തുടരും. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരെത്ര വേഗത്തിലാണ് ജോലി ചെയ്യുന്നത്. പെട്ടെന്ന് തൂക്കുന്നു, ലേലം വിളിക്കുന്നിടത്തുനിന്ന് തൂക്കുന്നു, ചാക്കുകളിൽ പാക്ക് ചെയ്യുന്നു,
ട്രക്കുകളിലേക്ക് ലോഡ് ചെയ്യുന്നു, വരുന്ന ട്രക്കിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നു, സൈക്കിൾ റിക്ഷകളിൽ നടക്കുന്നു. സൈക്കിൾ റിക്ഷകൾ പാഞ്ഞു പോകുന്ന ഇതിൽ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് സാധനം കൊണ്ടുവരാനും അകത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും ഒരേ ഒരു മാർഗം സൈക്കിൾ റിക്ഷകൾ മാത്രമാണ്. വളരെ വലിയ മാർക്കറ്റ്. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ മാർക്കറ്റ് തീർച്ചയായും ഇവിടെയുള്ളവർ പോയി കണ്ടിരിക്കേണ്ട മാർക്കറ്റാണ്. പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളെ സ്നേഹിതർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തണം. നിങ്ങൾക്കെല്ലാവർക്കും സർവ്വനന്മകളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്തേ, വണക്കം. കോയമ്പേട് മാർക്കറ്റിനെ പോലെ നമ്മളെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളുമായി വീണ്ടും കാണാം.